നമുക്കൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് അഡ്വക്കേറ്റ് ടി ബി മിനി ചേരുകയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് തുടർച്ചയായ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ വിധിദിനം വന്നിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വിധിദിനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതേയല്ലേ, ഞാനിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഇത്രയും ഞങ്ങളൊരു 5-8 മാസക്കാലമായിട്ട് നമ്മൾ ആർഗ്യുമെന്റൊക്കെ കൊടുത്ത് ആർഗ്യുമെന്റൊക്കെ അവസാനിപ്പിച്ച് പലതരത്തിലുള്ള കോടതിയുടെ സംശയ നിവാരണങ്ങളും നടത്തി ഇത്രയും നീണ്ട കാലത്തെ ഒരു ട്രെയിനുള്ള ഒരു എന്താ പറയാ ലീഗൽ ജോലി ഞങ്ങൾ ചെയ്ത് തീർത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ആണെങ്കിലും ഇപ്പോ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയ ശേഷം വന്ന പ്രോസിക്യൂട്ടറാണ് അഡ്വക്കേറ്റ് രാജകുമാർ. അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമം ഇക്കാര്യത്തിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇടയിൽ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ പോലും ആ കേസിനെ നല്ല രീതിയിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിനെ സഹായിക്കാനും കൂടെ നിൽക്കാനും. പിന്നെ ദീർഘകാലമായിട്ടുള്ള ലീഗൽ ഫൈറ്റ് ഒരു വിക്ടിമിനെ ഇത്രയധികം സാമ്പത്തിക ബാധ്യത വരുത്തിയിട്ടുണ്ട്. അവര് ഒരു നടിയായതുകൊണ്ടൊക്കെയാണ് അവർക്കത് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള വിക്ടിംസിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ വരുന്നത് ഭയങ്കര കോസ്റ്റാണ്. അപ്പോ അത് ഓരോ പ്രാവശ്യവും ഓരോ വിക്ടിമും അത് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ ഒരു കോടതിയിലെ ഉള്ളിൽ വെച്ചിട്ട് മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൽ നിന്ന് അത് ഹാഷ് വാല്യൂ മാറത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കോടതിയുടെ വിശ്വാസ്യത തന്നെ തകർത്ത ഒരു സംഭവമായിരുന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ നടപടികൾ തുടരുമ്പോൾ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ഒരു ജാഗ്രത പുലർത്തിയത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ ഈ അതിജീവിതയുടെ ഭാഗം അത് തുടർച്ചയായി തന്നെ ഇപ്പോൾ അവരാദ്യമായി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടുന്നത് 2022 അതുവരെ ആയാലും അതിനുശേഷമായാലും അവർക്കൊപ്പമായിരുന്നില്ലേ കേരളീയ പൊതുസമൂഹം? പൊതുസമൂഹം ഇവിടെയാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തു വിടില്ല. ഇപ്പൊ ഞാൻ റിപ്പോർട്ടർ ചാനലിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എന്താ വെച്ചാല് എല്ലാ സ്ട്രെയിനും എടുത്ത് എത്രമാത്രം കേസുകൾ നികേഷിനെതിരെ കണ്ടംപ്റ്റ് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് മാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ ചെയ്ത വളരെ വലിയൊരു കാര്യമുണ്ടല്ലോ, ഒരു പ്രതി ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തി ആള് ഇന്ന കാര്യങ്ങളാണ് ചെയ്തതെന്നും ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തതെന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന ഉണ്ടായി. അതൊക്കെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ മാത്രം. ഒരിക്കലും ഒരു പ്രതിയും അങ്ങനെ ചെയ്യാറില്ല. അയാൾക്ക് എന്ത് ഉദ്ദേശം ഉണ്ടായോ ഇല്ലെങ്കിലും പൊതുസമൂഹത്തെ സംബന്ധിച്ച് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞിട്ടുണ്ട്. നന്ദി ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. ഡിസംബർ 8 എല്ലാ ചാനലുകളും ഒരു മിനിറ്റ്, അതായത് എല്ലാ ചാനലുകളും ഒരുപോലെ സഹായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. എല്ലാ ചാനലുകളും ഒരുപോലെ സഹായിച്ചിട്ടില്ല, എല്ലാ പത്രങ്ങളും ഒരുപോലെ സഹായിച്ചിട്ടില്ല. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ കോമൺ ആയിട്ട് പറയരുത്. റിപ്പോർട്ടർ ചാനലിനോടുള്ള നമ്മളുടെ നന്ദി നമ്മൾ അറിയിക്കണം. കാരണം നിരന്തരമായി ഒരു ചാനലിനെതിരായിട്ടുള്ള കണ്ടംപ്റ്റും പ്രശ്നങ്ങളും വന്നിട്ടും ആ കുട്ടിയോടൊപ്പം നിൽക്കാനായിട്ട് കാണിച്ച ഒരു ആർജവത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഇപ്രാവശ്യം കറക്റ്റായിട്ട്, കാരണം നമ്മൾക്ക് ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് അതിനെ വേണ്ടത്ര ആ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് ലീഗലായിട്ടുള്ള അതിന്റെ ഹർഡിൽസ് കൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. അവൾക്കൊപ്പം എന്ന് പറയുകയല്ലോ, നമ്മൾ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അതൊരു മാധ്യമ ഉത്തരവാദിത്തമായി ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ എന്താണ് എടുക്കേണ്ട നിലപാടെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മുൻ ചീഫ് എഡിറ്റർ MV നികേഷ് കുമാർ മുതൽ റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്യുന്നതിന് മുൻപായാലും ശേഷമായാലും ഒരേ നിലപാടിൽ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു അഡ്വക്കേറ്റ് ടി ബി മിനി. ഡിസംബർ 8 നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇതിൽ കൂടുതൽ സന്തോഷം അന്ന് ടി ബി മിനിയുടെ ശബ്ദത്തിൽ ഉണ്ടാവട്ടെ.